ഹലോ സാർ. ഹലോ, തിരക്കിലാണോ? പോവാണോ? ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നമ്മളെ ജി സ്റ്റോക്ക് അക്കാഡമിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും ട്രേഡിങ്ങിന്റെ അതേപോലെ തന്നെ നമ്മൾ പുറത്തുള്ള ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ജി സ്റ്റോക്ക് അക്കാദമിയിൽ പഠിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഉറങ്ങിയിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് വെൽത്തിലേക്ക് പോകാം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. കാരണം ഇവർ പഠിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ സീക്രട്ട് സ്ട്രാറ്റജി എന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. കാരണം സീക്രട്ട് സ്ട്രാറ്റജിയാണ് എല്ലായിടത്തും പഠിക്കുന്നത്. അവിടെ നിന്ന് ലോസ് ആയിട്ട് ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് ലോസ് ആയി വേറെ സ്ഥലത്ത് പോകും. അപ്പൊ സീക്രട്ട് സ്ട്രാറ്റജി പഠിക്കുക, അവിടെ നിന്ന് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം വരെ ബോധ്യപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ സ്ട്രാറ്റജി പഠിച്ചാൽ പ്രോഫിറ്റ് ലോസ് ഗെയിം ആണെന്ന് മനസ്സിലാക്കി കൊടുക്കും. അതിനുശേഷം ഇവരെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിയൽ ലാംഗ്വേജ് മണി മാനേജ്മെന്റ് ആണെന്നും മൈൻഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു സിസ്റ്റം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഒരു സ്റ്റുഡന്റ് ക്യാപിറ്റൽ 1 ലക്ഷമായിട്ട് വരികയാണെങ്കിൽ അയാൾ ഒരു 100 ട്രേഡ് ചെയ്താൽ നല്ല നോളജ് എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ടും ഒരു 60 ട്രേഡ് ലോസ് ആയി പോയി കഴിഞ്ഞാലും 100ാമത്തെ ട്രേഡ് കഴിയുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റലിന്റെ മുകളിൽ മസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് മണി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെന്നും മാർക്കറ്റിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സുഖമായി ഉറങ്ങി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന 3 എന്ന സിസ്റ്റത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.